പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിന് പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് ആൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി, ഇത് ഞങ്ങളുടെ മോള് മിഗാൽ മറിയം. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. 2024 മാർച്ച് 25-ാം തീയതിയാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മേനെ അറിയാനുണ്ടായ സാഹചര്യം 2021 ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബേബിക്ക് വേണ്ടി ആഗ്രഹിച്ച മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 2 മാസം ആവണേക്ക് മുമ്പ് വാവയ്ക്ക് ഹാർട്ട് ബീറ്റ് ആവാതെ മിസ്കാരേജ് ആയിപ്പോയി. അതിനുശേഷം ആ ടൈമിലാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി വഴി ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത്. ചേച്ചി എനിക്ക് പ്രതിഷീകരണ പ്രാർത്ഥന അയച്ചു തന്നു. ഞാൻ പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. വർഷങ്ങളായി ഞങ്ങൾ സ്ഥലം വാങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു 5 ദിവസത്തിനുള്ളിൽ. അതിനുശേഷം ഫസ്റ്റ് ബേബി മിസ്കാരേജ് ആയതിനു ശേഷം 6 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടാമതൊരു ബേബിക്ക് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ 5 മാസം ഞങ്ങൾ ട്രൈ ചെയ്തു, എന്നിട്ടും ഞങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം വയറിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. 6-ാമത്തെ മാസം ചേട്ടൻ്റെ അമ്മ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതുകൊണ്ട് തന്നെ ആ മാസം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ എല്ലാ മാസത്തെയും പോലെ രാവിലെ പ്രതിഷീകരണ പ്രാർത്ഥനയ്ക്ക് എണീറ്റ് ഞാൻ പ്രതിഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ടെസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് നെഗറ്റീവ് റിസൾട്ടായിരുന്നു. ഞാൻ വളരെയധികം വിഷമിച്ചു. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയോട് ഞാൻ പറഞ്ഞു, ഒരു നിമിഷം പോലും വേണ്ടാലോ ഈശോയെ, നിനക്കിത് എനിക്ക് പോസിറ്റീവാക്കി തരാമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് 1/4 മണിക്കൂർ ഞാൻ ഇതും പിടിച്ചിരുന്ന് കരഞ്ഞ് പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പോയി കിടന്ന് ആ ടൈമിൽ ഞാനൊരു 2 സ്വപ്നം കണ്ടു. ഒന്ന്, പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രസംഗിക്കുന്നതായിട്ടാണ് ഒരു സ്വപ്നം കണ്ടത്. അമ്മയുടെ കാലിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നതായിട്ട് കണ്ടു. രണ്ടാമത് ഞാൻ കണ്ടത് ഒരു ബ്രദർ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ തരുമെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ സമയമാണ് എനിക്കറിയാത്തതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 സ്വപ്നം ഞാൻ കാണാനിടയായി. അതിനുശേഷം ഒരു 7:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് കിറ്റ് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്മയുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോൾ കിറ്റിൽ ഒരു ഭയങ്കര ലൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ കണ്ടു. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് ഒരു ലൈൻ കണ്ടു. ഞാൻ വേഗം ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു. ഹസ്ബൻഡ് നോക്കിയിട്ട് പറഞ്ഞു, അതിൽ എഴുതിയിട്ടുണ്ട് അവർ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വാലിഡ് അല്ല എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനിത് കയ്യിൽ പിടിച്ച് ഒരു 1/4 മണിക്കൂർ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇത് കാര്യമാക്കണ്ട, കാരണം ഇതെന്തെങ്കിലും എററായിരിക്കും, 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളത് നീ നോക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ വയറിലും ടെസ്റ്റ് കിറ്റിലും യൂറിൻ എടുക്കുന്ന ആ കണ്ടെയ്നറിൽ വരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. നല്ല ഡാർക്ക് കളറിൽ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം, ബേബിക്ക് ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, 1 വീക്ക് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അതിൻ്റെ കാരണം ഫസ്റ്റ് ബേബി ആയപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവരിങ്ങനെ തന്നെ പറഞ്ഞത്, ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. ആ ബേബീനെയാണ് എനിക്ക് മിസ്കാരേജ് ആയത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈമും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ഞാൻ സങ്കടപ്പെട്ടു. 1 വീക്ക് പരിശുദ്ധ അമ്മേനോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ ഒരാഴ്ചയും ഞാൻ 2 സ്വപ്നങ്ങൾ കണ്ടു. ഒരെണ്ണം നിത്യസഹായ മാതാവിനെ ആകാശത്ത് ഞാൻ കണ്ടു.
രണ്ടാമത് സ്വപ്നം കണ്ടത് ഇവിടുത്തെ ജോസഫ് അച്ഛന് കുറേ കുഞ്ഞുങ്ങൾ റോസാപ്പൂ കൊടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ സാക്ഷ്യം പറയണതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ജോസഫ് അച്ഛന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് പറയാമെന്ന്. അപ്പം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇത് പോസിറ്റീവ് തന്നെയാണ്, പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചു. കൂടാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ഹൃദയം ഞാൻ എടുത്ത് എൻ്റെ വയറിൽ വെക്കുന്നതായിട്ട് കാണിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മ ഈ ഹൃദയം നീ എൻ്റെ കുഞ്ഞിന് നൽകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി, സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ് എല്ലാം വന്നു, ഒരു കുഴപ്പമില്ല, ബേബി ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3rd മന്തിൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസ് വാളിന് നല്ല തിക്നെസ് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും, നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ ഒരു സ്കാനും കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ സ്കാൻ എടുക്കണ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വയറിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ എനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വരരുത്, എനിക്കിത് നീ സുഖപ്പെടുത്തി തരണം, ഇപ്പോൾ ഈ അടുത്ത സ്കാനിങ്ങിന് ഒന്നും തന്നെ ഇതിൽ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു നേരത്തെ കാണിച്ചതിനും വളരെ നേരിയതായിട്ടാണ് തിക്നെസ് കാണിക്കണുള്ളൂ, മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല, ഒരു 1 വീക്കൊക്കെ റെസ്റ്റ് എടുത്താൽ മതി, ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ബേബിക്ക് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴേക്കും കോഡ് ബേബിയുടെ നെക്കിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അത് താനെ മാറിപ്പോയേക്കാം എന്ന് പറഞ്ഞു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കോഡ് മാറിപ്പോയിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. സങ്കീർത്തനം 127:3 ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ഡെലിവറിയുടെ തലേ ദിവസം വരെ 8000-ഓളം വചനം ഞാൻ എഴുതി. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു അനുഗ്രഹീതം എന്നുള്ള വചനം ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. മൂന്നാമത് ഞങ്ങൾ അങ്ങനെ മാർച്ച് 14 2023 മാർച്ച് 14 ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി. ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. മൂന്നാമത് ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം, ഹസ്ബൻഡിന് സാലറി കൂട്ടി കിട്ടാൻ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടിയിൽ വെച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. മാതാവിൻ്റെ തൈലവും തേനും ഉപയോഗിച്ച് ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു, അത് പെയിൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കല്ലച്ച പോലെ കിടന്നിരുന്നത്. 2 ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് പുരട്ടണ്ട, ഇനി നാളെ പുരട്ടാമെന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം 4-ാമത്തെ ദിവസം തൈലം പുരട്ടാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു പാട് പോലും ഇല്ലാതെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സൗഖ്യം നൽകി. വേറെ ഒരു കുഞ്ഞിന് 1.25 വയസ്സുള്ളപ്പോൾ അവളുടെ മേത്ത് തിളച്ച ചായ വീണായിരുന്നു. ഞാൻ ചായ എടുത്തിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഒന്ന് കിച്ചണിലേക്ക് പോയ സമയത്ത് അവൾ അത് എടുക്കാൻ നോക്കി, അവളുടെ മേത്തേക്ക് നല്ല ചൂടുള്ള ചായ വീണു. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വേഗം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തേനെടുത്ത് ദേഹം ഫുള്ളും പുരട്ടി. കുറച്ച് കഴിഞ്ഞ് അവൾ നല്ല കരച്ചിലായിരുന്നു, കരഞ്ഞാണ് അവൾ ഉറങ്ങിയത്. ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചോപ്പ് പോലും ഇല്ലാതെ പരിശുദ്ധ അമ്മ അവളെ സംരക്ഷിച്ചു. പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്. ബ്രസ്റ്റിലൊരു ലംബ് കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു, വളരെയധികം പേടിച്ചു. ഞങ്ങൾ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു പേടിക്കാനുള്ളതൊന്നുമല്ല, 1 ഇയർ കഴിഞ്ഞ് ഫോളോ അപ്പ് എടുത്താൽ മതി, പ്രശ്നമൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൗഖ്യം കൂടി കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടുത്തെ ഉടമ്പടി പത്രം, ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും വാങ്ങി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. മലയാളം പത്രം ഇവിടെ വിതരണം ചെയ്തു. ഞങ്ങൾ ആഫ്രിക്കയിലാണ്, അപ്പോൾ ഇംഗ്ലീഷ് പത്രം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തു. സാക്ഷ്യങ്ങൾ കാണാറുണ്ട്, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ആഫ്രിക്കയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് നല്ല അവസരങ്ങളുണ്ട്. റോഡ് സൈഡിലും എല്ലായിടത്തും പാവപ്പെട്ട കുറേ പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും.
പിന്നെ അവിടെ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കെയർ ഹോം ഉണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, വീൽ ചെയർ അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ബേബീസിൻ്റെ ഓർഫനേജ് ഉണ്ട്. അവിടെ ഫോമുല, മിൽക്ക്, ഡ്രസ്സുകൾ അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് കുടുംബ പ്രാർത്ഥന പരമാവധി മുടങ്ങാതെ ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മുടങ്ങാതെ ബൈബിൾ വായിക്കും. ഇപ്പം ഒരു ദിവസം ഞാൻ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ കൂടി കൂട്ടി ഞാൻ പിറ്റേ ദിവസം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 118:5 ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ആൻസിപ്പോൾ എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിന് നന്ദി അർപ്പിക്കുന്നു. ആദ്യം ഒരു മിസ്കാരേജ് വന്നതിന് ശേഷം രണ്ടാമത് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും അമ്മ മാതാവിൽ ആശ്രയിച്ചുള്ള പരിശ്രമവുമാണ് മകൾ പങ്കുവെച്ചത്. അത് രണ്ടാമത് കുറച്ച് നാളുകൾക്ക് ശേഷം അത് സ്പോട്ടിങ് കാണാത്തത് കൊണ്ട് ഏറെ വിഷമിക്കുകയും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുഞ്ഞിനെ ലഭിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെക്കുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ ഓരോ നിമിഷവും മകൾ പറയുമ്പോൾ അത് കൃപാസന മാതാവിലുള്ള വലിയ ശരണപ്പെടൽ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിന് ഹാർട്ട് ബീറ്റില്ല എന്നൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി പറയുമ്പോൾ അത് നിരാശയിലേക്കല്ല, മറിച്ച് കൂടുതൽ ശരണപ്പെട്ട് പരിശുദ്ധമ്മയിൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യാശയിലേക്കാണ് കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മറ്റ് ഓരോ അവസ്ഥകളിലും അമ്മ മാതാവിൽ ശരണപ്പെട്ട ജോലിയുടെ കാര്യമാണെങ്കിലും, അത് തിളച്ച ചായ വീണതിൻ്റെ വിഷയമാണെങ്കിലും, മറ്റ് രോഗസൗഖ്യങ്ങളാണെങ്കിലും ഓരോന്നും അമ്മ മാതാവിൽ ആശ്രയിക്കുമ്പോൾ അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നു. അമ്മയുടെ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിക്കുന്നു. കുറേ കൂടി മനുഷ്യപ്പറ്റോടെ ജീവിക്കുവാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ തന്ന് പരിശുദ്ധമ്മ വഴി നടത്തുന്നു എന്നത് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ ജീവിക്കുന്ന ഈ മക്കൾ അവിടെയുള്ള ക്ലേശിതരോട്, പാവപ്പെട്ടവരോട് നല്ല അലിവ് പ്രദർശിപ്പിച്ചും ചെയ്തു കൊടുക്കാനാവുന്ന നന്മ പ്രവൃത്തികൾ സന്തോഷമുള്ള മനസ്സോടെ ചെയ്തു കൊടുത്തുകൊണ്ടും ഉടമ്പടി ജീവിതം അത് പരസ്നേഹ പ്രവർത്തനത്തിൻ്റെ ജീവിതമാണെന്ന്, ഉടമ്പടി ജീവിതം അത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൈമാറുന്ന ജീവിതമാണെന്ന് അവരുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നു എന്നതും അവർ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ ജീവിതം അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾക്ക് ലഭിച്ച നന്മകളെ കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്കിപ്പോൾ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.